ഹലോ ഫ്രണ്ട്സ്, ഇതേ ഞങ്ങൾക്ക് ഇന്ന് നല്ല സൂപ്പർ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തെണ്ടി മേടിച്ചത്, ഒരു ഉളുപ്പില്ലാണ്ട് തെണ്ടി മേടിച്ചത് കേട്ടോ. അത് സൂപ്പർ ഒരു ചക്കയായിരുന്നേ. പച്ചക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് നല്ല ഉടച്ച് എടുത്താലോ എന്ന് ആലോചിച്ചേട്ടാ. ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ചക്കയുടെ അരക്ക് നിങ്ങളുടെ കയ്യിലാക്കി കഴിഞ്ഞാൽ ഇതേപോലെ കേട്ടോ ചെയ്യുന്നത്. കുറച്ച് എണ്ണ ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം ഇതേപോലെ ആർക്കും വേണ്ടാത്തൊരു തുണി എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അരക്ക് അങ്ങോട്ട് തുടച്ച് കളയണം കേട്ടോ. നല്ലോണം ഇതേപോലെ തന്നെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ അരക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ചെയ്യണം. പണ്ടൊക്കെ ആണെങ്കിൽ മറ്റേ മണ്ണെണ്ണ തേച്ചിട്ട് ഇങ്ങനെ അരക്ക് കളയണിട്ടുണ്ട്. പക്ഷേ മണ്ണെണ്ണയുടെ ഒരു ചെവ ഈ ചക്കയിൽ ഇങ്ങനെ ഇതുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞാറ്റ അരിയാൻ വേണ്ടിയിട്ട് എടുത്ത് കേട്ടോ. ഇവളുടെ അരിയണ സ്പീഡ് കണ്ടിട്ട് വലിയമ്മ പറഞ്ഞു, ഞാൻ ശരിയാക്കിക്കോളാം, നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ പാട്ടിന് പോകുന്നത്. എന്നാലും മനസ്സരാണ്ട് കുഞ്ഞാറ്റ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ദേ ചക്കപ്പുഴുക്കും പിന്നെ എന്തിട്ടാണ് അച്ചാറും ചരക്കറിയും പിന്നെ നമ്മുടെ മത്തിപ്പീരയും കൂടെ കൂട്ടി അങ്ങോട്ട് ഒരു പിടി പിടിച്ച് മക്കളെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാട്ടോ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ. പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും വേറൊരു സുഖമാണ്. അതുമാത്രമല്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കുന്നോളം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. കുഞ്ഞാറ്റയുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അപ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയുള്ളൂ. ടാറ്റാ ബൈ.